ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിലാൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നോ, ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളെ പറ്റി. ഇന്നത്തെ വീഡിയോ ആ വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് പരിചയപ്പെടാം. ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, കുറച്ചുകൂടി കാത്തിരിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ഡോണ്ട് മൈൻഡ് വെയിറ്റിംഗ് എ ലിറ്റിൽ ലോങ്ങർ. ഐ ഡോണ്ട് മൈൻഡ് വെയിറ്റിംഗ് എ ലിറ്റിൽ ലോങ്ങർ. അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ടാക്സി എടുക്കുന്നതിന് പകരം നടക്കാൻ എനിക്ക് വിരോധമില്ല. ടാക്സി എടുക്കുന്നതിന് പകരം നടക്കാൻ എനിക്ക് വിരോധമില്ല. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? എനിക്ക് വിരോധമില്ല. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് വെച്ചാൽ ഐ ഡോണ്ട് മൈൻഡ്. ഐ ഡോണ്ട് മൈൻഡ് എന്നാണ് എനിക്ക് വിരോധമില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ടാക്സി എടുക്കുന്നതിന് പകരം നടക്കാൻ എനിക്ക് വിരോധമില്ല നമുക്ക് എങ്ങനെ പറയാം? ഐ ഡോണ്ട് മൈൻഡ് വാക്കിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് എ ടാക്സി. ഐ ഡോണ്ട് മൈൻഡ് വാക്കിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് എ ടാക്സി. ഇനി നമുക്ക് ഇതുപോലെ തന്നെയുള്ളൊരു ഫ്രേസ് കോൺവെർസേഷനിൽ നോക്കാം. ഇപ്പോൾ ഒരാൾ ചോദിക്കുക, നിങ്ങൾക്ക് സിനിമ കാണണോ അതോ നടക്കാൻ പോകണോ? അപ്പം മറ്റേ ആൾ ഉത്തരം പറയുന്നത് എങ്ങനെയാ? എനിക്ക് എതിർപ്പില്ല, നിങ്ങൾ തീരുമാനിക്കുക. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സിനിമ കാണണോ അതോ നടക്കാൻ പോകണോ? ഡു യു വാണ്ട് ടു വാച്ച് എ മൂവി ഓർ ഗോ ഫോർ എ വാക്ക്? അതേസമയം മറ്റേ ആൾ ഉത്തരം പറയുകയാണ്, എനിക്ക് എതിർപ്പില്ല, നിങ്ങൾ തീരുമാനിക്കൂ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ഡോണ്ട് മൈൻഡ്, യു ഡിസൈഡ്. അടുത്തൊരു സെൻറ്റൻസ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. നമുക്ക് സംശയമുണ്ടെന്ന് പറയത്തില്ല. ഇപ്പം എനിക്കത് സംശയമുണ്ട്, അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ഡൗട്ട് ഇറ്റ്. എന്താണ്? ഐ ഡൗട്ട് ഇറ്റ്. ഇനി ഇത് വെച്ച് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കാം. അവൻ കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കുമോ? എനിക്ക് സംശയമുണ്ട്. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വിൽ ഹി ഫിനിഷ് ദി വർക്ക് ഓൺ ടൈം? ഐ ഡൗട്ട് ഇറ്റ്. വിൽ ഹി ഫിനിഷ് ദി വർക്ക് ഓൺ ടൈം? ഐ ഡൗട്ട് ഇറ്റ്. വേറൊരു സെൻറ്റൻസ് നോക്കാം. അവൾ നേരത്തെ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് സംശയമുണ്ട്. അവൾ നേരത്തെ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് സംശയമുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഷീ സെഡ് ഷീ വിൽ വേക്ക് അപ്പ് എയർലി ബട്ട് ഐ ഡൗട്ട് ഇറ്റ്. ഷീ സെഡ് ഷീ വിൽ വേക്ക് അപ്പ് എയർലി ബട്ട് ഐ ഡൗട്ട് ഇറ്റ്. നെക്സ്റ്റ് വൺ ഈസ് അത് സാധ്യമല്ല. ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദാറ്റ്സ് നോട്ട് പോസിബിൾ. അത് സാധ്യമല്ല എന്ന് പറയുന്നത് എങ്ങനെയാ? ദാറ്റ്സ് നോട്ട് പോസിബിൾ. അത് സാധ്യമല്ല വെച്ച് നമുക്കൊരു കോൺവെർസേഷൻ നോക്കാം. ഇപ്പോൾ ഒരാൾ ചോദിക്കുക, ഈ ജോലി 1 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമോ? ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? ക്യാൻ യു ഫിനിഷ് ദിസ് വർക്ക് ഇൻ ആൻ അവർ? ക്യാൻ യു ഫിനിഷ് ദിസ് വർക്ക് ഇൻ ആൻ അവർ? അപ്പോൾ മറ്റേ ആൾ പറയുക, ദാറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മൾ നേരത്തെ പഠിച്ചത് അത് സാധ്യമല്ല എന്ന് പറയുന്നതാണ്. ദാറ്റ്സ് നോട്ട് പോസിബിൾ. വി നീഡ് മോർ ടൈം. ദാറ്റ്സ് നോട്ട് പോസിബിൾ. വി നീഡ് മോർ ടൈം. അടുത്തൊരു സെൻറ്റൻസ്, ഇപ്പം എനിക്ക് നീന്താൻ കഴിയും. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ക്യാൻ സ്വിം. എനിക്ക് കഴിയും എന്ന് പറയുന്നതിനാണ് നമ്മൾ ഐ ക്യാൻ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പം എനിക്ക് നീന്താൻ കഴിയും എന്ന് പറയുന്നത് ഐ ക്യാൻ സ്വിം. ഇപ്പം എനിക്ക് നീന്താൻ കഴിയില്ല എന്ന് പറയുന്നത് എങ്ങനെ? അപ്പം ഐ ക്യാൻ എന്നുള്ളത് ഐ കാൺഡ് ആവും. ഐ കാൺഡ് സ്വിം. എനിക്ക് നീന്താൻ കഴിയില്ല, ഐ കാൺഡ് സ്വിം. അടുത്ത സെൻറ്റൻസ്, എനിക്ക് പാചകം ചെയ്യാൻ കഴിയും. അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ക്യാൻ കുക്ക്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കിയേ, എനിക്ക് പാചകം ചെയ്യാൻ കഴിയില്ല. അതെങ്ങനെ പറയാ? ഐ കാൺഡ് കുക്ക്. ഇതുപോലെ നമുക്ക് കഴിയുന്നതും കഴിയാത്തതുമായ പ്രവൃത്തികളുടെ വാക്ക് വെച്ച് സെൻറ്റൻസുകൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമോ? ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? ക്യാൻ യു ഡു ദിസ്? നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമോ? ക്യാൻ യു ഡു ദിസ്? അടുത്ത സെൻറ്റൻസ്, നിനക്കിവിടെ വരാമോ? അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ക്യാൻ യു കം ഹിയർ? നിനക്കിവിടെ വരാമോ? ക്യാൻ യു കം ഹിയർ? ഇനി ഒരു പ്രധാനപ്പെട്ട സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം എനിക്കത് തരാമോ, എനിക്കിത് തരാമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ക്യാൻ യു ഗീവ് മീ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് എനിക്കൊരു പേന തരാമോ നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? ക്യാൻ യു ഗീവ് മീ എ പെൻ? ഇതുപോലെ നമുക്ക് എന്തെങ്കിലും വേണം, തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാനുള്ളൊരു പാറ്റേണാണ് ക്യാൻ യു ഗീവ് മീ. ക്യാൻ യു ഗീവ് മീ. അതുപോലെ ആരെങ്കിലും ഇങ്ങനെ സ്പീഡിൽ സംസാരിക്കത്തില്ലേ, അപ്പോൾ നമ്മൾ പറയത്തില്ല പതുക്കെ സംസാരിക്കാമോ? അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ക്യാൻ യു സ്പീക്ക് സ്ലോലി? ക്യാൻ യു സ്പീക്ക് സ്ലോലി. അതുപോലെ ഫാൻ ഓഫ് ചെയ്യാമോ? ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഫാൻ ഓഫ് ചെയ്യാമോ? ക്യാൻ യു ടേൺ ഓഫ് ദി ഫാൻ? ക്യാൻ യു
ടേൺ ഓഫ് ദി ഫാൻ. അതുപോലെ നമ്മൾ എന്തെങ്കിലും തിരക്കിലൊക്കെ നിൽക്കുമ്പോൾ ഓരോരുത്തർ ഫോൺ ചെയ്യത്തില്ലേ, അപ്പോൾ നമ്മൾ പറയും പിന്നീട് വിളിക്കാമോ, ഞാനിപ്പോൾ ഇച്ചിരി തിരക്കില്ല. അപ്പോൾ പിന്നീട് വിളിക്കാമോ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ക്യാൻ യു കോൾ മീ ലേറ്റർ? എങ്ങനെയാണ് ചോദിക്കുന്നത്? ക്യാൻ യു കോൾ മീ ലേറ്റർ. അപ്പോൾ ഇതുവരെ നമ്മൾ ക്യാനും കാണ്ടും വെച്ച് ഏതൊക്കെ ഈ സെൻറ്റൻസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ സെൻറ്റൻസുകൾ എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി മുതൽ ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ യെസ് നോ അങ്ങനത്തെ രീതിയിലൊന്നും സംസാരിക്കാതെ ഒന്നെങ്കിൽ കഴിയുമെങ്കിൽ ഐ ക്യാൻ എന്ന് പറയുക, അല്ലെങ്കിൽ കഴിയത്തില്ല, ആ സഹായം ചെയ്യാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ ഐ കാൺട്ട് എന്ന് പറയുക. അപ്പം കഴിയുമെങ്കിൽ ഐ ക്യാൻ എന്ന് പറയുക, കഴിയത്തില്ലെങ്കിൽ ഐ കാൺട്ട് എന്ന് പറയുക. ഇനി അടുത്ത സെൻറ്റൻസ്, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണോ, നിങ്ങൾക്കത് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ യൂസ് ചെയ്യാറുള്ള പാറ്റേണാണ് ഡു യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാണോ, ഡു യു ലൈക്ക്. അപ്പം ഇത് വെച്ച് നമുക്ക് വേറെ സെൻറ്റൻസുകൾ ബിൽഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ, നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഡു യു ലൈക്ക് ഐസ്ക്രീം. ഇപ്പം ഞാനിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കിത് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. ഇപ്പം ആ സെൻറ്റൻസ് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെ. ലെറ്റ്സ് ചെക്ക് ഔട്ട് ദി അനദർ സെൻറ്റൻസ്. ഇപ്പം നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ, അപ്പോൾ നമുക്ക് അതെങ്ങനെ ചോദിക്കാം? ഡു യു ലൈക്ക് ട്രാവലിംഗ്. അപ്പം അങ്ങനെ നമ്മളടുത്ത് ഒരാളെ ചോദിക്കുക ഡു യു ലൈക്ക് ട്രാവലിംഗ്, അപ്പോൾ നമ്മൾ അതിന് എന്ത് ആൻസർ പറയും? യെസ് ഐ ഡു. എന്താണ് പറയുക? യെസ് ഐ ഡു. ഡു യു ലൈക്ക് പോലെ തന്നെ ഡു യു വാണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഡു യു ലൈക്ക് എന്ന് വെച്ചാൽ നിനക്കത് ഇഷ്ടമാണോ, ഡു യു വാണ്ട് എന്ന് വെച്ചാൽ നിനക്കത് വേണോ. ഇപ്പം നിനക്ക് ആ പുസ്തകം വേണോ എന്ന് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഡു യു വാണ്ട് ദാറ്റ് ബുക്ക്. നിനക്ക് ആ പേന വേണോ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഡു യു വാണ്ട് ദാറ്റ് പെൻ. ഇതുപോലെ തന്നെ ഡു യു വെച്ചുള്ള വ്യത്യസ്തങ്ങളായ സെൻറ്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി കമൻറ്റ് ചെയ്യൂ.